പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിൽ പിരിയാൻ പോകുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് സങ്കടപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ പലരുടെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവർക്കുണ്ടാകുന്ന നിലയും വിലയും നഷ്ടപ്പെടുന്നത് ഓർത്ത് അവർക്ക് യാതൊരുവിധ നിരാശയും ഇല്ലാതെ അവർ വലിയ വൈരാഗ്യത്തിലും വലിയ മത്സരത്തിലും അകപ്പെട്ടിരിക്കുന്നവർ, അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വിശ്വാസം നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റാതിരിക്കുന്ന രീതിയിൽ അന്ധകാരകൂപകമായ മനസ്സിലിരിക്കുന്നവർ, കർത്താവേ, അതിലാരെങ്കിലും നീ ഒരാളെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെങ്കിലും അവിടെ സമാധാനം ഉണ്ടായിക്കൊണ്ട് കുടുംബം നിലനിർത്താൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ കൂടുതൽ സാധ്യമുള്ളവരെ കർത്താവ് ഏറ്റെടുക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരെ കൊണ്ട് കുടുംബത്തെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവെ അങ്ങ് ഐക്യത്തിലേക്ക് അവരെ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പോലീസ് വഴക്കുകൾ, കോടതി കേസുകൾ, വസ്തു തർക്കങ്ങൾ, അത് തർക്കപ്പുരയിടങ്ങൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് തീരുമാനിക്കണമെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ മനസ്സ് കുഴങ്ങുന്നവർ, ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്തവർ, കർത്താവേ, അവർക്കിന്ന് തീരുമാനം കൊടുക്കണം. ഈശോയെ, 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയിൽ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയിൽ അങ്ങനെ തിരുസ്ഥനെ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തീരുമാനം എടുക്കാതെ കുഴയുന്നവർ, അതുപോലെ തന്നെ അവിടെ ചെന്ന ജോലി കിട്ടുമോ ഇല്ലയോ, അവിടെ ചെന്നാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, പണം കൊടുക്കണോ വേണ്ടയോ, ഇങ്ങനെ കേസ് കൊടുക്കണോ വേണ്ടയോ, ഇങ്ങനെ ചിന്തിച്ച് കാടുകയറി തല പുകഞ്ഞ് വിഷമിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിൻ്റെ മേൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് ഇതുപോലുള്ള സംഘർഷാത്മകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവ് സഹായകനായി സഹായിച്ചതുപോലെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവ് തക്കദ്വയം എടുക്കാൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവ് സഹായത്തിന് ദൂതന്മാരെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാമേ. കർത്താവിനെ വിവേചിച്ചറിയണം. യേശു എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല, സാംസ്കാരിക പ്രവർത്തനമല്ല. ക്രിസ്തു ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ പാപപരിഹാര കുഞ്ഞാടാണ്. അവൻ മിശിഹായാണ്. ആ മിശിഹ എന്ന് പറയണത് പാപപരിഹാരമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വീണ്ടെടുപ്പ് വില കൊടുക്കുക, അതാണ് അവൻ. ഈ ശരീരത്തെ, ഇതാണ് സന്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ ഗാത്രം എന്ന് പറയുന്നത്, ആശയഗാത്രം. ഈ ആശയഗാത്രത്തെ വിവേചിക്കാതെ ക്രിസ്തുവിനെ സാംസ്കാരികവൽക്കരിക്കുകയും സാഹിത്യവൽക്കരിക്കുകയും ചെയ്യും. 1 Corinthians 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ദൗത്യത്തെ അറിയാതെ അതിനെ ഉൾക്കൊള്ളുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ക്രിസ്തുവിനെ എക്സ്പ്ലെയിൻ ഔട്ട് ചെയ്യരുത് ഒരിക്കലും. ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന് ഒരു അഭിരുചിയുണ്ട്. അത് മനുഷ്യൻ്റെ അഭിരുചിയല്ല. മനുഷ്യൻ്റെ അഭിരുചിയിലേക്ക് വരച്ചു നീട്ടിയായിട്ട് ഈശോ ഒരു റബ്ബറൊന്നുമല്ല ശരിക്കും. അപ്പം ദൈവത്തിൻ്റെ അഭിരുചി എന്ന ക്രിസ്തുവിനെക്കുറിച്ച് അത് ബൈബിൾ നൽകുന്നതും അപ്പോസ്തലന്മാർ യേശുവിൻ്റെ കൂടെ ജീവിച്ച് വളർന്നവരും അതിനുവേണ്ടി ജീവിതം കൊടുത്തവരും അനുഭവിച്ച ക്രിസ്തുവുണ്ട്. അത് പരപിതാവിൻ്റെ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ ശരീരത്തെ വിവേചിച്ചറിയാതെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരെ തൻ്റെ തന്നെയാണ് ശിക്ഷാവിധി ഉൾക്കൊള്ളുന്നത്. ഞാൻ ആശ വൈക്കത്ത് നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാൻ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അമ്മ എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അത് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. 2024 ജനുവരി 7-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാനൊരു നേഴ്സാണ്, അസിസ്റ്റൻറ്റ് നേഴ്സാണ്. എൻ്റെ മകന് ഞാൻ പക്ഷെ 15 വർഷമായിട്ട് വീട്ടിൽ ജോലി ചെയ്തിരുന്നു. അല്ലാതെ ഒരു 3.5 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത് എൻ്റെ മകന് അമ്മ നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചിട്ടാണ്. അമ്മ എൻ്റെ മകനെ പൂർണ്ണമായും അനുഗ്രഹിച്ചു. കാരണം 6 വർഷമായിട്ട് അലർജി, ഭയങ്കരമായ സിവിയർ അലർജി ആയിരുന്നു അവനുണ്ടായിരുന്നത്. അതായത് ഫുഡ് അലർജി, ഇറച്ചിയോ മീനോ പാലോ മുട്ടയോ സാധാരണ കുട്ടികൾ കഴിക്കുന്ന ചോക്ലേറ്റുകളോ അങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ അവന് പറ്റില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോലും ഞങ്ങൾ ആരും വീട്ടിൽ നിന്ന് പോവില്ലായിരുന്നു. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ അവനും കഴിക്കണമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ നമുക്കതൊരു വിഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഥവാ എന്തെങ്കിലും കഴിച്ചാൽ ഒരു മിഠായി എങ്കിലും സ്കൂളിൽ നിന്ന് ഞങ്ങളൊരു കേക്ക് മുറിക്കില്ല, ബർത്ത്ഡേക്ക് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ മറ്റുള്ള കുട്ടികൾ കഴിക്കുന്ന കാണുമ്പോൾ അവന് ഭയങ്കര വിഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫംഗ്ഷന് പോലും പോവാറില്ലായിരുന്നു. അങ്ങനെ വലിയൊരു അവസ്ഥയിലാണ് കടന്നു പോയിരുന്നത്. ഒരു ദിവസം അവന് ഭയങ്കരമായിട്ട് അലർജി കൂടിയിട്ട് അസ്ഫിക്സിയ, അതായത് SpO2 ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയിട്ട് അസ്ഫിക്സിയ വന്ന് ഇങ്ങനെ ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നുപോയി. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ ഉപ്പും തൈലമൊക്കെ എടുത്ത് കുരിശു വരച്ചു. അവനെ ഹോസ്പിറ്റലിൽ ആംബുലൻസിലാണ് കാരിത്താസ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് കുറച്ച് നാൾ, ഒരു 10-12 വയസ്സ് കഴിയുന്നവരെ ഇങ്ങനെ തന്നെ ഉണ്ടാവും, നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക എന്ന് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെന്നും ഹോസ്പിറ്റലിലാണ്, മിക്കവാറും അഡ്മിഷനാവും, അവിടെ നിന്ന് തിരിച്ച് ഡിസ്ചാർജായി വീട്ടിൽ പോരും. പിന്നെയും എന്തെങ്കിലും ഒന്ന് കഴിച്ചതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈവൻ ഒരു കടല, അങ്ങനെയുള്ള ചെറിയ ചെറിയ കടല, പരിപ്പ്, പയർ ഇങ്ങനെയുള്ള സാധനങ്ങളും ഒന്നും അവന് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ആ സമയത്ത് മാനസികമായിട്ട് ഒരുപാട് തളർന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം ഒരു പച്ചക്കറി പോലും മിക്ക സാധനങ്ങളും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് അത്ര ഒരു അവസ്ഥ ദൈവം തന്നല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥനാലയങ്ങളിലൊക്കെ പോയിട്ട്, ഞാനൊരു ഹിന്ദു ആണ്. പക്ഷെ ഞാൻ അമ്മ മാതാവിന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ IELTS എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ICM ഇവിടെ തലയോലപ്പറമ്പിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നീ 15 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും IELTS എഴുതിയാൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ UK പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുമെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ കിട്ടുമെന്നൊന്നും പ്രതീക്ഷയില്ല. പലരും പറഞ്ഞ അനുസരിച്ച് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിരുന്നില്ല. ഇവിടെ വന്ന് ആദ്യം തന്നെ അമ്മ മാതാവിനെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യം ഞാൻ എൻ്റെ മകൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് വേറെ ഒന്നും വേണ്ട, അവന് സാധാരണ കുട്ടികൾ കഴിക്കുന്ന പോലെ എല്ലാം ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റണേ, അമ്മ അതിനെ അനുഗ്രഹിക്കണേ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ നിയോഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു,
പോയിട്ട് ഞാൻ IELTS എഴുതിയിട്ട് ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ മാതാവേ ഞാൻ വേറെ രണ്ടാമതൊന്നും എഴുതില്ല, ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ എന്നെ പാസ്സാക്കണേ മാതാവേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ വന്ന് നീ ഉടമ്പടി എടുത്തോളാം മാതാവേ എന്ന് പറഞ്ഞു. അമ്മ മാതാവ് അതുപോലെ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ കാര്യം, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും തന്നെ അറിയില്ല, ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ 3.5 വർഷത്തെ വെറും എക്സ്പീരിയൻസ് നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലിലുള്ള ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കാസർഗോഡാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനോ എടുക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ IELTS എഴുതാൻ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയി അവിടെ ചെന്ന് ഒരു ലേഡിയാണ്, ഒരു ഓസ്ട്രേലിയ ലേഡിയായിരുന്നു. അവർ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഇതുപോലെ നേരത്തെ ഒരാൾ സാക്ഷ്യം പറഞ്ഞതുപോലെ അവരിൽ എനിക്കൊരു മാതാവിനെ കാണാൻ പറ്റി. ആദ്യം മുതലേ ഞാൻ പറയുന്നതിൽ ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു. പുറത്തിറങ്ങി സ്പീക്കിംഗ് സെഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു അത് വളരെ മോശമായിരുന്നു, കാരണം കിട്ടാൻ ഒരു ചാൻസും ഇല്ല, അത് കിട്ടില്ല, കാരണം സ്പീക്കിംഗ് സെഷൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു എന്ന്. പുറത്തിറങ്ങിക്കഴിഞ്ഞ് 2023 ഡിസംബർ 29-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പം എന്നെ തന്നെ അതിശയിപ്പിച്ച രീതിയിൽ ഒരു വലിയ സ്കോർ മാതാവ് എനിക്ക് തന്നു. അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്, അല്ലാതെ എനിക്ക് യാതൊരു കഴിവുമില്ല, അതിൽ ഒന്നും തന്നെ പറയാനറിയാത്ത എന്നെ അവിടെ വലിയ വിജയം തന്നാണ് അമ്മ എന്നെ അനുഗ്രഹിച്ചത്. പിന്നെ എൻ്റെ മോൻ്റെ ഈ അസ്ഫിക്സിയ എന്ന് പറയുന്നത് വലിയൊരു രോഗമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെ ഒരു രോഗം വരുന്ന അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ചോദിക്കുമ്പോൾ അത് മോൻ കഴിക്കേണ്ട മോനെ, അത് വേണ്ട. മറ്റുള്ള കുട്ടികൾ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് ചെയ്യുമ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ആണെങ്കിലും പറയും അത് കഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ അവർ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കും അവന് വിഷമമുണ്ട് കേട്ടോ, അവനതൊരു കഷ്ണം കൊടുത്തോട്ടെ എന്ന്. ഞാൻ വളരെ വേദനിച്ച് പറയും വേണ്ട, കൊടുക്കേണ്ട മിസ്സേ, അവന് കൊടുത്തു കഴിഞ്ഞാൽ അവന് വയ്യാതെ വരില്ലേ, അതുകൊണ്ട് കൊടുക്കണ്ടെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല, അവന് കേക്ക് കഴിക്കാം. ഇപ്പോൾ ഞാൻ ചിക്കനൊക്കെ കുറേശ്ശെ കൊടുത്തു തുടങ്ങി, അവന് കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ നേരത്തെ എല്ലാ ദിവസവും മരുന്ന് കഴിക്കണമായിരുന്നു, മരുന്നില്ലാതെ ഇൻഹേലർ വലിക്കാതെ ഒരു ദിവസം പോലും മുമ്പോട്ട് പോവില്ലായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ എല്ലാ ഭക്ഷണവും എൻ്റെ മകന് കഴിക്കാൻ പറ്റും. അമ്മ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ഒരു ഹിന്ദുവായിട്ട് കൂടി അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചതിൽ 1 കോടി നന്ദി ഞാൻ അമ്മയ്ക്ക് പറയുന്നു. പിന്നെ എൻ്റെ അമ്മയാണിത്. എൻ്റെ ബ്രദറ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഓഫ് പ്രൈം മിനിസ്റ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവന് ഈ കഴിഞ്ഞ ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും പറയും നീ പ്രാർത്ഥിച്ച മാതാവ് കേൾക്കും, അതുകൊണ്ട് അവരുടെ ഒരു വിശ്വാസമാണത്. ഞാൻ അങ്ങനെയാണ്, എന്നെ ആരറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും കണ്ടാൽ ഞാൻ അവരോടൊക്കെ പറയും മാതാവിനെ നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം അമ്മ തരും, കാരണം നടക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും അമ്മ സാധിച്ചു തരും. നിങ്ങൾ എന്താണ് നടക്കില്ല എന്ന് വിചാരിക്കുന്നത് അത് തീർച്ചയായിട്ടും നടത്തി തരും അമ്മ. എന്ത് കാര്യമാണ് നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് അത് അമ്മ തീർച്ചയായിട്ടും സാധിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾക്ക് ആരായാലും എന്ത് കാര്യമാണെങ്കിലും ഒന്നും നോക്കണ്ട, അവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് അമ്മ വേണ്ടതെല്ലാം തരുമെന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. അമ്മ അങ്ങനെ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ ഇങ്ങനെ എൻ്റെ ബ്രദർ അങ്ങോട്ട് ജമ്മു കാശ്മീരിൽ യുദ്ധം നടക്കുവാണല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അവർ 10 പേരാണ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ 10 പേര് അവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സ് ചങ്ക് പൊട്ടിപ്പോയി. കാരണം യുദ്ധമല്ലേ, കൂടെയുള്ളവർക്കൊക്കെ പല കുഴപ്പങ്ങളും സംഭവിക്കുമ്പോൾ അമ്മ എന്ന നിലയ്ക്ക് അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നീ ഇന്ന് പോയി മാതാവിനോട്. ഞാനവിടെ കറി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മേനോട് അങ്ങനെ പറഞ്ഞത്, നീ അതൊന്നും ചെയ്യേണ്ട, വേഗം നീ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള പോലെ മാതാവിനോട് വേഗം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം തന്നെ പോയി നീലത്തിരിയും പച്ചത്തിരിയും ഒരേപോലെ കത്തിച്ച് വെച്ച് നല്ലപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ബ്രദറിന് ജയൻ എന്നാണ് അവൻ്റെ പേര്. എത്രയും പെട്ടെന്ന് അവിടുന്ന് ബുധനാഴ്ചയാണ് ഞാൻ ഡേറ്റ് ഇട്ട്, കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ബുധനാഴ്ചയ്ക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് അവൻ അവിടെ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ, ജോലിസ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണേ എന്ന് പറയണേ എന്ന് എൻ്റെ മാതാവെ അമ്മ അതിനെ അനുഗ്രഹിക്കണേ എന്ന് മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൻ തന്നെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടമ്മേ, അവിടെ യുദ്ധമൊക്കെ നിർത്തിയെന്ന്. അതെൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് ബുധനാഴ്ചയാണ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതെങ്കിലും ചൊവ്വാഴ്ച തന്നെ അവനെ തിരിച്ച് ജോലിസ്ഥലത്തേക്ക് പോകാൻ പറ്റി. പിന്നെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് നല്ല മാർക്കോട് കൂടി തന്നെ 10th പാസ്സായി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നപ്പോഴത്തേനും ഉടമ്പടി പുതുക്കാൻ വന്നിരുന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ സാക്ഷിയൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് പറഞ്ഞോളാൻ പറഞ്ഞു, കയറി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഈ റിസൾട്ടിൻ്റെ കൂടെ കാര്യം കൂടി കേട്ടിട്ട് മൊത്തം പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ആഴ്ചത്തേക്ക് മാറ്റിയത്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഞങ്ങളുടെ വീടിനടുത്തൊരു ഓർഫനേജ് ഉണ്ട്, വടയാറ്. മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ താമസിക്കുന്നത്.
അപ്പോൾ അവർക്ക് വേണ്ടി അവരൊരു 30 പേരാണുള്ളത്. അവർക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ എത്തിച്ചു കൊടുക്കാൻ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഇവിടുന്ന് കിട്ടുന്ന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ ഒരു ഹിന്ദു ആണെങ്കിലും ഞാനത് ഓരോ പേപ്പറുകൾ കൊടുക്കുമ്പോഴും അതിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് തൈലം പൂശി നന്നായി പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത്. കാരണം ഇത് കിട്ടുന്ന ഓരോരുത്തർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ നൽകണേ, അമ്മയെ മഹത്വപ്പെടുത്താൻ അവർക്കും മനസ്സ് തോന്നിക്കണേ അമ്മേ എന്ന് കരുതി പ്രാർത്ഥിച്ചാണ് എല്ലാവർക്കും കൊടുക്കാറുള്ളത്. പലരും വാങ്ങിക്കാതിരുന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ഹിന്ദു ഒരു വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവരെന്നെ ഒരുപാട് ചീത്ത പറയുകയോ വഴക്കിടുകയൊക്കെ ചെയ്തു. നീ ഒരു ഹിന്ദു ആയിട്ട് എന്തിനാ ഇതും കൊണ്ടിങ്ങനെ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു എന്നെ ഒരുപാട് വിഷമിപ്പിച്ചവർ. എന്നാലും ഞാൻ അവർക്ക് വേണ്ടി പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പറയുന്നതിനപ്പോൾ ഞാൻ തിരിച്ചു പറയുമായിരുന്നു. പക്ഷേ അവിടെ വെച്ച് എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, അമ്മേ അവരെ അനുഗ്രഹിക്കണേ അമ്മേ, അവർക്കും ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ നൽകി അമ്മ അനുഗ്രഹിക്കുമ്പോൾ ഇന്ന് തന്നെ അവരെ അനുഗ്രഹിക്കണേ. അവരുടെ വീട്ടിലൊരു ഞാനങ്ങനെ പറയാൻ കാര്യം ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ അവിടെ കണ്ടു ഞാൻ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോയി ഒത്തിരി നാളായി, ജന്മനാ ഇങ്ങനെ ഇരിക്കുന്നതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ജന്മനയല്ല, എന്തൊക്കെ അസുഖങ്ങളുണ്ടെങ്കിലും മാതാവിനത് മാറ്റിത്തരാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, കൃപാസനത്തിൽ പോയിട്ട് അവിടെ ചെന്ന് ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞതിനാണ് അവരെന്നെ ഒരുപാട് ചീത്ത വിളിച്ചു, വഴക്ക് പറഞ്ഞു. അതൊക്കെ കേട്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞു, സാരമില്ല ചേച്ചിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഇന്ന് വരെ അവനെ കണ്ട അവൻ്റെ പേര് ഞാൻ ചോദിച്ചു. ആ കൊച്ചിൻ്റെ പേര് ഋഗ്വേദം എന്നാണ്. അവനെ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മോനെയാണ് ഞാൻ അവനിലൂടെ കണ്ടത്, അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അമ്മ അവനെയും അനുഗ്രഹിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പും തേനും ഞാൻ വരുമ്പോൾ ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, ഇടയ്ക്ക് പോവില്ലേ പിന്നെ എന്താന്ന്. അത് പക്ഷേ എൻ്റെ വീട്ടിൽ ഇച്ചിരി എങ്കിലും കുറഞ്ഞു പോയാൽ എനിക്ക് വലിയ വിഷമമാണ്. അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ എല്ലാം വാങ്ങിക്കും. അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ മകൻ മരുന്ന് കഴിക്കാതെയാണ് ജീവിക്കുന്നത്. അത് തന്നെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അമ്മ മാതാവിന് ഈശോയ്ക്കും 1 കോടി നന്ദി പറഞ്ഞ് ഞാൻ സാക്ഷിയോടെ നിർത്തുന്നു. ഇനിയും ഒരുപാട് സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ തിരുസന്നിധിയിൽ ഇങ്ങനെ സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്നതിന് കോടാനുകൂടി നന്ദി.